ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിലൊരു മട്ടൻ മന്തി റെസിപ്പിയും കൂടെ ഉണ്ട്. അതുപോലെ ഗ്ലോബൽ വില്ലേജ് പോയ കുറച്ച് വിശേഷങ്ങളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ബീവീസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയും ചെയ്യരുത്. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറയുന്നത്. പിന്നെ അതുപോലെ എപ്പോഴും വീഡിയോ ഇടാൻ പറ്റുന്നില്ല. ഒന്നാമത് ഫോണിൻ്റെ കംപ്ലൈൻറ്റ്, പിന്നെ ജലദോഷം ഒക്കെ സൗണ്ട് തന്നെ നല്ല മാറ്റം ഉണ്ടല്ലോ. ഏതായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ മന്തി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. എല്ലാവരും മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയാണ്. അപ്പോൾ ചായയുടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പാത്രങ്ങൾ കഴുകാനുള്ളതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ച് പാത്രങ്ങളൊക്കെ കഴുകി റൂമൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ ബാക്കി പണി നമുക്കിങ്ങനെ നല്ല എടുത്താൽ മതിയല്ലോ. ഇന്ന് പണികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഗ്ലോബൽ വില്ലേജ് പോകാനൊന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ബഷീറിൻ്റെ ഫാമിലിൻ്റെ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം, ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം നമുക്ക് ഗ്ലോബൽ വില്ലേജിൽ പോകാനായിട്ട്. ഗ്ലോബൽ വില്ലേജിൽ ഭയങ്കര സംഭവമാണ്. പോയാലും സാധാരണത്തെ എല്ലാ കൊല്ലത്തെ പോലെ തന്നെയാണ്. ഓരോ കൊല്ലം വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. പാട്ടും ഡാൻസും സ്റ്റാളും ഇതൊക്കെ തന്നെയാണ്. എന്നാലും തുടങ്ങിയാൽ പിന്നെ ഒന്ന് പോകാതിരിക്കാനായിട്ട് വയ്യാനും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് പണികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഇന്ന് പോകണം. അതിൻ്റെ കുറച്ച് വീഡിയോസും കൂടെ ഉണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമ്മളാ റൂം വൃത്തിയാക്കലും അടിച്ചേറലും ഒക്കെ കഴിഞ്ഞ് നമുക്ക് മന്തി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ 1 കിലോ മട്ടനാണിത്. അതിനിടയിൽ ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ആവശ്യമുള്ളൂ. അതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ 2 ക്യാപ്സിക്കം കട്ട് ചെയ്തതും അതിലേക്ക് 1/4 കപ്പ് പുതിനയിലയും മല്ലിയിലയും അതും പൊടിയായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത്, പിന്നെ ഒരു 3 ഏലക്കായ കഷ്ണം, പട്ട ഒരു 4 ഗ്രാമ്പു ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 സ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുത്ത്, 1 സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത്,
പിന്നെ 1 സ്പൂണ് നല്ല ജീരകം, അതുപോലെ 1 സ്പൂണ് പെരുംജീരകം, പിന്നെ 2 മാഗി ക്യൂബ് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. 1/2 സ്പൂണ് മന്തി മസാലയും കൂടെ ചേർത്ത് കൊടുത്ത്, പിന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മട്ടൺ ചേർത്തിട്ട് 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 2 മണിക്കൂറിന് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യണമെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് വെന്ത് കിട്ടാനാണ് ഇങ്ങനെ ഒന്ന് സോഫ്റ്റ് ആവാനും വെന്ത് കിട്ടാനൊക്കെയാണ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ ഞാൻ മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കണേ. പിന്നെ എൻ്റെ അടുത്ത് കളറൊന്നും ഇല്ലാത്തതിന് കൊണ്ട് കളറൊന്നും ചേർത്തിട്ടില്ല, ബീറ്റ്റൂട്ടും ഇല്ല കളറും ഇല്ല, അതുകൊണ്ട് അതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗോൾഡൻ സെല്ല ബസ്മതി റൈസാണ്. എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് ചോറ്. പിന്നെ വൈറ്റ് റൈസിനേക്കാളും കൂടുതൽ ഇതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ഇതെടുത്തത്. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഏതരി കൊണ്ടാണോ വെക്കുന്നത് അതുകൊണ്ട് വെക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മന്തി റൈസാണിത്. അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിരാനായിട്ട് വെക്കുക. ഇതും അതുപോലെ ഒരു അരമണിക്കൂറെങ്കിലും കുതിരാനിടണം. പിന്നെ കഴുകിയതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. പിന്നെ വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, 1 ഉണക്ക നാരങ്ങ ചേർത്ത് കൊടുക്കുക. 1 മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് പാകത്തിന് ചേർക്കുക. 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിലും കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ അരി ഞാനൊന്ന് വാർത്ത് വെച്ചിട്ടുണ്ട്. നമ്മളതൊന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുക. നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച മട്ടൻ ഉണ്ടല്ലോ, അതൊന്ന് കുക്കറിലേക്കിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. വെള്ളം തിളച്ചതിന് ശേഷം ഞാൻ അരി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. 1/4 ഭാഗം വേവായിട്ടുണ്ട്. നമ്മൾ ദം ചെയ്യുമ്പോൾ അത് പാകത്തിന് വേവായിക്കോളും. നമ്മളെ മട്ടനും വെന്തിട്ടുണ്ട്. ചോറൊക്കെ വന്നിട്ട് എടുത്തതിന് ശേഷം ഒരു ചാർക്കോൾ വെച്ചിട്ട് ചിരട്ടൻ്റെ കനൽ എന്തായാലും മതി, കുറച്ച് ഓയിൽ ഒഴിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുക. പിന്നെ ഇത് വിളമ്പുന്നതോ കഴിക്കുന്നതോ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല, ഇത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് പോകാനുള്ളതിനെ കൊണ്ട് തന്നെ പെട്ടെന്ന് അതിലേക്കായി ശ്രദ്ധ. പിന്നെ ഒരു ചട്നിയും കൂടെ തയ്യാറാക്കി, അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യാം. പിന്നെ ഗ്ലോബൽ വില്ലേജിലേക്ക് പോയ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ അവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ സ്റ്റാളുകളും പല പരിപാടികളൊക്കെ ഒന്ന് കണ്ട് ലാസ്റ്റ് വെടിക്കെട്ടും കണ്ട് ഞങ്ങൾ തിരിച്ചു പോന്ന്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബഷീറിൻ്റെ ഫാമിലീൻ്റെ കൂടെയാണ് യാത്ര. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. പിന്നെ ഈ സ്റ്റാളുകളൊക്കെ കണ്ട് കുറേ കഴിഞ്ഞപ്പോൾ ഒരു കുടിൽ പോലെ ഒരു കല്ല് വെച്ച് ഒരു തേക്കാത്തൊരു പഴയൊരു കുടിൽ കണ്ട് നല്ല രസമാണ് കാണാൻ. അവിടെ ഒരു
പ്രായം ചെന്ന ഒരാൾ ഇരിക്കുന്നുണ്ട്. അയാളടുത്ത് കാവയും ഈത്തപ്പഴവും ഒക്കെ ഉണ്ട്. ഞാൻ കുടിലിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ഇത് മജ്‌ലിസാണ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ. ചെറിയൊരു കുടിൽ പോലെ ആണെങ്കിലും ഉള്ളിൽ സെറ്റപ്പാണ്. ഇരിക്കാനും കിടക്കാനും ഒക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഈ പക്ഷീനൊക്കെ ഒന്ന് പിടിച്ച് വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് എല്ലാവരും. പിന്നെ പ്രായമുള്ള അറബീൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇതൊക്കെയായിരുന്നു പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ നമ്മളെ വെടിക്കെട്ടും കണ്ട് തിരിച്ചു പോകുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ. ഇനി ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കണ്ടോളല്ലോ. പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ. ഓക്കെ. ഞങ്ങളും കാവ കുടിച്ച് ഈത്തപ്പഴം തിന്ന് നല്ല രസമായി. ഇവരെ കൂടെയുള്ള പിന്നെ ബഷീറിന് അറബിയൊക്കെ അറിയുന്നതൊക്കെ കൊണ്ട് നന്നായിട്ട് സംസാരിച്ചവരായിട്ട് ഭയങ്കര സന്തോഷമായി. വെറൈറ്റി ഹണീസാണ് ഇതൊക്കെ. ഈ ഒരു ലൈന് ഫുള്ളും